അതെ, ഞാൻ ഉണ്ടാക്കുന്ന ഒരു കുബൂസ് കാണിച്ചു തരട്ടെ. ഗോതമ്പൊടിയിൽ കൂടുതലും ഗോതമ്പൊടി വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു കുബൂസാണേ. ഇങ്ങനെ നല്ലോണം വീർത്തിട്ടൊക്കെ വന്ന രീതിയിലുള്ള ഒരു കുബൂസാണേ. കഴിഞ്ഞ ദിവസം മോൾ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഞാനതൊരു വീഡിയോ ആയിട്ട് എടുത്തായിരുന്നേ. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാവേ. എൻ്റെ സ്റ്റൈലിലുള്ളതാണേ. ഒരു ഗ്ലാസ്സോളം പാൽ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ ഈസ്റ്റും ഇട്ട് ഒന്ന് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി കുറച്ച് നേരത്തേക്ക് മാറ്റി വെക്കാം കേട്ടോ. ഒരു 3 ഗ്ലാസ്സോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. 1 ഗ്ലാസ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മൈദ വേണ്ടെന്നുണ്ടെങ്കിൽ എടുക്കണ്ട കേട്ടോ. മൈദ ഇട്ട് ഉണ്ടാക്കിയില്ലെങ്കിൽ സോഫ്റ്റാക്കി തന്നെ വരുമേ. ഞാൻ ഇത്തിരി സോഫ്റ്റിന് വേണ്ടി കുറേ നാളത്തെ കൂടി ഞാൻ ഉണ്ടാക്കിയതാണ്. അതിനകത്തോട്ട് ഞാൻ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ കലക്കി വെച്ചില്ലേ ഈസ്റ്റൊക്കെ കൂടി അതും കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. 1-2 സ്പൂണോളം ഓയിൽ, വെജിറ്റബിൾ ഓയിലോ, ഞാനിവിടെ കോക്കനട്ട് നമ്മൾ സാധാ വെളിച്ചെണ്ണയാണ് അതിനകത്ത് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. എന്നിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഒന്ന് അത് ഒരിച്ചിരും കൂടി എണ്ണ ഒന്ന് തടകി ഇട്ട് ഒന്ന് ഇത്തിരി നേരത്തേക്കൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. കൂടി വന്നാൽ 1 മണിക്കൂർ അതിനുള്ളിൽ നമുക്കിത് സെറ്റാക്കി എടുക്കാം. അത് ഞാൻ കഴിഞ്ഞ ദിവസം ചിക്കൻ വറുക്കാൻ പറ്റി വെച്ചതാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കുരുമുളക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൂടി നമ്മൾ പുരട്ടി വെക്കില്ല, അതേപോലെ വെറുതെ പുരട്ടി വെച്ചതാണ്. ഇത് ഞാൻ ആവിച്ചെമ്പിൽ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ബാക്കി വെച്ച പൊടിയില്ലേ ചിക്കൻ പുരട്ടിയത്, അതിനകത്തോട്ട് കുറച്ച് മന്തി മസാലയും കുരുമുളകും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് നാരങ്ങ നീരിൽ ഒന്ന് പുരട്ടിയെടുക്കുന്നുണ്ട്. ഇതൊന്ന് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് ഇട്ട് ഒരു 10 മിനിറ്റ് അത് മതി, അത്രയും വെന്താൽ മതിയേ. അതൊന്ന് വേവിച്ചെടുത്തിട്ട് അത് ചൂടാറി കഴിയുമ്പോൾ ഇങ്ങനെ പുരട്ടി മാറ്റുന്നുണ്ട്. ആ മസാലയിൽ നമ്മൾ ബാലൻസ് ഇരുന്നേച്ച് അതിനകത്തോട്ട് കുറച്ച് മസാല ഇട്ടത് അതും കൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പുരട്ടി വെക്കുന്നുണ്ട്. പുരട്ടി വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് പിടിക്കാൻ വേണ്ടി ഇതേപോലെ ഞാൻ പിടിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു 2 മിനിറ്റ് അതൊന്ന് പുരട്ടി വെച്ചാൽ മതി. അപ്പോഴേക്കാളും എണ്ണ ചൂടാക്കിയിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഓൾറെഡി അത് നമ്മൾ വേവിച്ചല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് മൊരിഞ്ഞ് പോകാതെ വെന്തും കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്യണ പണിയാണ്. ഒന്ന് ജസ്റ്റ് ആവിയിൽ വേവിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഫ്രൈ ആക്കണത്. അതിൻ്റെ മോൾ ഭാഗമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. എനിക്ക് ഇങ്ങനെ വറുക്കണതാണ് എനിക്ക് ഇഷ്ടമായിട്ട് തോന്നിയേക്കണത്. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. മന്തി മസാല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 മണിക്കൂർ കൊണ്ട് ബാറ്റർ ശരിയായിട്ടുണ്ടാവേ. എന്നിട്ട് ഞാൻ കുറച്ച് ഒരുമാതിരി വലിയൊരു വലിപ്പത്തിലാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഉള്ളിലോട്ട് ആക്കി കൊടുത്തിട്ട് റൗണ്ടാക്കി എടുക്കുക. അത് ഞാൻ കുറച്ച് അങ്ങനെ എല്ലാനും അങ്ങനെ ആക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് പരത്താനായിട്ട് നിൽക്കാം കേട്ടോ. ഇതേപോലെ നമ്മുടെ പൊറോട്ടക്കൊക്കെ എടുക്കത്തില്ല, അതേപോലെ ആക്കി നല്ലോണം തന്നെ റോൾ ചെയ്ത് വെക്കുക. ഇത്രയുണ്ട്. അത് ഞാൻ പരുത്താണ്. കിച്ചൺ സ്ലാബും ഇട്ട് തന്നെ കേട്ടോ ഞാനിത് പരുത്തുന്നത്. ഏകദേശം ചപ്പാത്തിയുടെയൊക്കെ ഒരു വലിപ്പം മതി കേട്ടോ. കുറച്ച് പൊടിയിൽ മുക്കിയാൽ മതി കേട്ടോ. ഓവറായിട്ട് പൊടിയിൽ മുക്കിയാലും നമ്മൾ ജസ്റ്റ് മറ്റേ പാനിലോട്ട് ഇടുമ്പോൾ കൊട്ടിക്കളഞ്ഞിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഒരു ഇത്തിരി തിക്നെസ്സിൽ തന്നെ ഇതങ്ങോട്ട് പരത്തി അങ്ങനെ വേണം ചുട്ടെടുക്കാനായിട്ട്. ഇങ്ങനെ കാണിക്കുമ്പോൾ പൊടിയൊക്കെ പൊയ്ക്കോളേ. എന്നിട്ട് ഞാൻ അതെല്ലാം ഇങ്ങനെ പരത്തുന്നുണ്ട്. കുറച്ച് പരത്തിയിട്ട് ചുടാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇതിനൊരു തിക്നെസ് വേണം. സാധാ ചപ്പാത്തിനേലും തിക്നെസ്സിനാണ് ഇത് എടുക്കുന്നത്. കുറേ ദിവസമായി ഞാനിത് ഉണ്ടാക്കിയിട്ടെ. അപ്പോൾ ഒരുത്തിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കിയതാണ്. ഈ ഒരു കനത്തിൽ വേണം കേട്ടോ ചുട്ടെടുക്കാനായിട്ട്. പാൻ നന്നായിട്ട് തന്നെ ചൂടായിട്ട് മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ചിട്ടാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഒരു ബബിൾസായിട്ട് ചെറിയ ബബിൾസായിട്ട് ഇങ്ങനെ വന്നുണ്ടാവേ. ആ സമയം തന്നെ ഒന്ന് തിരിച്ചിടുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സ്പൂൺ കൊണ്ട് തന്നെ ഒന്ന് അമർത്തി കൊടുത്തു കഴിഞ്ഞിട്ട് ഒന്നും കൂടി തിരിച്ച് ഇപ്പോൾ മൂന്നാമത് നമ്മൾ തിരിച്ചിട്ടിട്ട് ഇങ്ങനെ കാണിക്കുമ്പോൾ കണ്ടോ പൊന്തി വന്നത്. അതേപോലെ പൊന്തി വന്നത് ഞാൻ മാറ്റിയായിരുന്നു. രണ്ടാമത്തത് ഇട്ടേക്കണേണ്. മുകളിൽ അവിടെ കാണാൻ പറ്റും ഇങ്ങനെ പൊന്തി വന്നതായിട്ട് ചെറുതായിട്ട്. അപ്പോൾ തന്നെ മറിച്ചിട്ടു. എന്നിട്ട് ഒന്നും കൂടി പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞിട്ട് മൂന്നാമത്തെ തിരിക്കലിന് നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് തന്നെ ഇങ്ങനെ കൊമ്മളച്ചങ്ങോട്ട് വരുവേ. 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ഇത് ശരിയാവും കേട്ടോ. നല്ല ലെയറായിട്ട് തന്നെ നമുക്ക് ഈ കുബൂസ് കിട്ടുവേ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റൈലാണ് കേട്ടോ. എനിക്കൊരു 1/4 മണിക്കൂർ കൊണ്ട് തന്നെ ആ ബാറ്റർ ശരിയായിട്ട് വരും. ഇത് രാവിലെ ഇവന് ക്ലാസ് ഇല്ലെങ്കിലൊക്കെ ഞാനിത് ഉണ്ടാക്കാറുള്ളൂ, അല്ലെങ്കിൽ പിന്നെ രാത്രി ഉണ്ടാക്കുകയുള്ളൂ. ഇത് കണ്ടോ, ഇത് നന്നായിട്ട് തന്നെ പൊന്തി വന്നായിരുന്നു. ഇത് നോക്കിയേ, കണ്ടോ നല്ല ലെയറായിട്ട് തന്നെ വന്നില്ലേ. ഞാൻ ചിക്കൻ വറുത്തത് കൊടുത്തിട്ടുണ്ട്, കുറച്ച് സള്ളാസ് എടുത്തിട്ടുണ്ട്.
കുറച്ച് ഉപ്പിട്ട് പുരട്ടി വെച്ച സവാളയിലോട്ട് അതിൻ്റെ നീരൊക്കെ പിഴിഞ്ഞ് കളഞ്ഞിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് തിരുമ്മി എടുത്തേക്കണ സവാളയാണ്. ആ ചിക്കൻ ഫ്രൈ നല്ല സോഫ്റ്റാണ് കേട്ടോ. നമ്മൾ ആവിയിൽ വേവിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ അല്ലേ ആക്കിയിട്ടുള്ളൂ. ഒരുപാട് മൊരിച്ചെടുത്ത ചിക്കൻ ഫ്രൈയും ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് കേട്ടോ. ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന സ്റ്റൈലിലുള്ള ഈ ചിക്കൻ ഫ്രൈയും കുബൂസും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഇഷ്ടമെങ്കിൽ ഒന്ന് കമൻറ്റും കൂടി ചെയ്യാം കേട്ടോ.